മേഖലയിലെ അസാധാരണ സാഹചര്യങ്ങളും യാത്രാ തടസ്സങ്ങളും കാരണം യുഎഇയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയ വിദേശികൾക്ക് വിസ നിയമവിധേയമാക്കാനോ പിഴയില്ലാതെ രാജ്യം വിടാനോ പ്രഖ്യാപിച്ച 30 ദിവസത്തെ ഇളവ് ഇന്ന് അവസാനിക്കും. ഇനിയും നടപടികൾ പൂർത്തിയാക്കാത്തവർ വിസ കാലാവധി ലംഘിച്ചതിനുള്ള നിയമപരമായ പിഴയും തുടർ നടപടികളും നേരിടേണ്ടി വരും. മേഖലയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങളെ തുടർന്ന് വ്യോമ അതിർത്തികൾ അടച്ചതോടെ വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും ഒട്ടേറെ യാത്രക്കാർ യുഎഇയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പ്രതിസന്ധിയിലായവർക്ക് മാനുഷിക പരിഗണന നൽകിയാണ് വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള പിഴ യുഎഇ മുൻപ് ഒഴിവാക്കി കൊടുത്തത്. പിന്നീട് യാത്രാ സർവീസുകൾ സാധാരണ നിലയിലായതോടെയാണ് വിസ ക്രമീകരിക്കുന്നതിനായി ജൂൺ 10 മുതൽ ജൂലൈ 9 വരെ 30 ദിവസത്തെ അന്തിമ ഇളവ് കാലാവധി അധികൃതർ അനുവദിച്ചത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ കാലയളവിൽ രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്പോൺസർഷിപ്പിലേക്ക് മാറുകയോ മറ്റ് നിയമപരമായ മാർഗങ്ങളിലൂടെ വിസ പുതുക്കുകയോ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. അല്ലാത്തവർക്ക് യാതൊരുവിധ പിഴയും കൂടാതെ നേരിട്ട് രാജ്യം വിടാനും അനുമതി നൽകിയിരുന്നു. ഗ്രേസ് പീരീഡ് ഇന്ന് അവസാനിക്കുന്നതോടെ ഇതുവരെ വിസ പുതുക്കുകയോ രാജ്യം വിടുകയോ ചെയ്യാത്തവർക്ക് നേരെ യുഎഇയുടെ കർശനമായ സാധാരണ ഇമിഗ്രേഷൻ ഓവർസ്റ്റേ നിയമങ്ങൾ ബാധകമായിരിക്കും. ജനം, ദുബായ്.